ഇനി സൈലത്തിലെ സാറുമാര് അല്ലെങ്കിൽ എക്സാമിനുള്ള സാറുമാര് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നു. ഇനി ചിലർക്കൊക്കെ ഒരു ട്രെൻഡ് ഉണ്ട്, പരീക്ഷയുടെ തലേന്ന് വരുന്ന ലൈവ് മാത്രം കാണാം. അത് കേട്ടയും കൊണ്ട് മാത്രം നിങ്ങൾക്ക് മാത്സിന് മാർക്കൊന്നും കിട്ടില്ല. കിട്ടണ ഡൗട്ട് അത്രയും ബില്ലിന്റെ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കിട്ടി വരും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 21 n. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 11 10 കൂട്ടിയാൽ 21 n അല്ലേ? ഉത്തരം കിട്ടി. ആണോ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് മാത്സിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഷുവർ ആയിട്ടും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് വഴിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടില്ല, ഒന്നാമത്തെ യൂണിറ്റ് ആണ് ആദ്യം ചെയ്തത്. ഇത് 3ആണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒന്നാമത്തെ യൂണിറ്റിന്റെ തുടർച്ചയാണ് 3. ഓക്കെ, അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പാഠത്തിൽ ആകെ 2 കാര്യങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 3 സമവാക്യങ്ങൾ അഥവാ ഇക്വേഷൻസ് ഉണ്ട്, സൂത്രവാക്യങ്ങൾ ഉണ്ട്. ഇതേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഞാൻ അതൊന്ന് പറഞ്ഞു തന്നതിന് ശേഷം ചോദ്യങ്ങളിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇതില് ഈ പാഠത്തില് ആകെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. ആ ചോദ്യങ്ങൾ ഒരുവിധം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഈ പാഠത്തിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമുക്ക് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടി വരും. പദങ്ങളുടെ എണ്ണം ഇംഗ്ലീഷിൽ എന്ത് പറയും? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അഥവാ ഇതിനെ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരം എന്ന് വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിനൊരു സമവാക്യം അഥവാ സൂത്രവാക്യമൊക്കെ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്, അത് നടക്കട്ടെ. രണ്ടാമത് നമ്മുടെ അടുത്ത ആവശ്യം nth ടേം അഥവാ മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാലോ എന്നാം പദം. ഇത് രണ്ടും അല്ലെങ്കിൽ xn എഴുതാം. xn ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനൊരു സമവാക്യം ഉണ്ട്. ഓക്കെ, ഇനിയോ മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് സം. ഇംഗ്ലീഷിൽ സം എന്ന് പറയും, മലയാളത്തിൽ തുക എന്ന് പറയും. ഇതിനെ SN എന്നാണ് സൂചിപ്പിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം, അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തത് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലെ, പദങ്ങളുടെ എണ്ണം. ഇപ്പൊ നമ്മളോട് പറയുകയാണ് ഒരു സമാന്തര ശ്രേണി, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 1 8 15 എക്സെട്ര ഇങ്ങനെ പോയി ഒരു പക്ഷേ ലാസ്റ്റ് 999 അവസാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വിചാരിക്കാം. ഒരു ഉദാഹരണത്തിന് കേട്ടോ, ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതൊരു സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അത് 1 നിന്ന് തുടങ്ങി 999 അവസാനിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ചിലപ്പോൾ സമ്മ് കാണേണ്ടി വരും, തുക കാണേണ്ടി വരും, അല്ലെങ്കിൽ എന്നാം പദം nth ടൈം കാണേണ്ടി വരും. ഓക്കെ, ഇത് രണ്ടും കാണണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇതിൽ 1 മുതൽ 999 വരെ എത്ര പദങ്ങളുണ്ട്, എത്ര ടേംസ് ഉണ്ട് എന്ന് അറിയണം. 1 മുതൽ എത്ര എണ്ണം ഇതിലുണ്ട്. ഓക്കെ, അതിന് മുമ്പ് അത് പറയുന്നത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. nth ടൈം എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം കേട്ടിട്ടുണ്ടാവും. nth ടൈം എന്ന് പറയുന്നത് തന്നെയാണ് algebra of the sequence. Arithmetic sequence. ഇത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ചില 10th ടൈം എന്നാവില്ല, ചില സ്കൂളുകളിലോ ട്യൂഷനിലോ പറഞ്ഞിട്ടുണ്ടാവുക. പകരം ആൾജിബ്ര ഓഫ് സീക്വൻസ് എന്നാവാനുള്ള സാധ്യതയും ഉണ്ട്. ഇത് രണ്ടും എന്തുതന്നെയാണ്? ഒരേ കാര്യമാണ്. രണ്ടും എന്താണ്? ഒരേ കാര്യമാണ്. അഥവാ എന്നാം പദം എന്നാവണമെന്ന് നിർബന്ധമല്ല. ചിലപ്പോൾ ചിലയിടത്ത് എന്താവാം? സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്നൊക്കെയാവും പറയുന്നത്. ബീജഗണിതം, സമാന്തര ശ്രേണിയുടെ ബീജഗണിതം. അപ്പൊ nth ടൈം എന്ന് പറഞ്ഞാലും ആൾജിബ്ര ഓഫ് സീക്വൻസ് എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ്. എന്നാം പദം എന്ന് പറഞ്ഞാലും സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ്. ഓക്കെ ആണല്ലോ? അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. ഇനി ഇവിടെ നോക്കുക, നമ്മൾ 1 മുതൽ 999 വരെയുള്ള പദങ്ങളുടെ തുക കാണണമെന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണത്തിന് ഇതൊക്കെ കൂടി കൂട്ടി എന്ത് കിട്ടും? സമ്മ് കാണണം. ഇതാണല്ലോ നമ്മുടെ വിഷയം. ഇവിടെ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും n വേണം. n എന്ന് വെച്ചാൽ പദങ്ങളുടെ എണ്ണം വേണം. അപ്പൊ ഇത് കാണാനുള്ള സമവാക്യമാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. xn മൈനസ് x1 ബൈ d പ്ലസ് 1. എന്താണ്? xn മൈനസ് x1 ബൈ d പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താ xn? എന്താണ് xn?
ലാസ്റ്റ് ടേം അഥവാ അവസാനത്തെ പദം, എന്നാം പദം എന്നൊക്കെ വിളിക്കും കേട്ടോ. ലാസ്റ്റ് ടേം, അവസാനത്തെ പദം എന്ന് പറയും, nth ടേം എന്ന് പറയും, ഓക്കെ, എന്നാം പദം എന്ന് പറയും, ഒക്കെ എക്സ് തന്നെയാണ്. എന്താണെങ്കിലും ലാസ്റ്റ് ടേം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എക്സ് എൻ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളതിൽ വെച്ച് ലാസ്റ്റ്, തന്നിട്ടുള്ളതിൽ വെച്ച് ലാസ്റ്റ് ടേം. അങ്ങനെ ഇവിടെ നോക്കി, ഇവിടെ തന്നിട്ടുള്ള ഏതാ? 9 9 9 ആണ്. അതാണ് അതിലെ എക്സ് എൻ. ഓക്കെ അല്ലേ? എന്താ x1 നമുക്കറിയാം. എന്താണ് ഫസ്റ്റ് ടൈം x1. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം. ഇവിടെ 1 8 7 അതൊക്കെ നമുക്കറിയാം. xn മറക്കണ്ട, ലാസ്റ്റ് ടൈം, അവസാനത്തെ പദം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സമവാക്യം. ചില ചോദ്യങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും. ഇനിയാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 2 കാര്യങ്ങൾ ഇതാണ്. ഈ രണ്ടെണ്ണം, രണ്ടാമത്തെയും മൂന്നാമത്തെയും ആണ്. ഓക്കെ, ആൾജിബ്ര ഓഫ് ദി സീക്വൻസ് അഥവാ nth ടേം, എന്നാം പദം അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം, എക്സ് എൻ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുക. ഇത് കാണാൻ പല സമവാക്യങ്ങളുണ്ട്, പല രീതിയിൽ ചെയ്യാം. ഒരു 4 ടീച്ചർമാർ ചെയ്താൽ ചിലപ്പോൾ അത് 4 രൂപത്തിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണോ ഈസിയാ മെത്തേഡ് ഫോളോ ചെയ്യാം. ചിലപ്പോൾ സ്കൂളിൽ പറയുന്നത് വേറെ ഒന്നാവാം. അപ്പൊ അതായിരിക്കും നിങ്ങൾക്ക് ഈസിയെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക. ഏതാണോ നിങ്ങൾ ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ 2 അല്ല വേറൊരു മെത്തേഡ് ആവും കിട്ടുന്നത്. അപ്പൊ അത് ഉപയോഗിക്കുക. എന്തായാലും എനിക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു മെത്തേഡ്, xn കാണാനുള്ളത് dn പ്ലസ് എഫ് മൈനസ് ഡി. എല്ലാവരും നമുക്കറിയാവുന്ന ആൾക്കാരാണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം. n എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ട് മുകളിൽ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം, ആദ്യ പദം. x1 തുല്യമാണ് എന്ത്? എഫ് എന്ന് പറഞ്ഞാലും x1 എന്ന് പറഞ്ഞാലും ഒരേ കാര്യം ആണ്. ഇതാണ് രണ്ടാമത്തെ സമവാക്യം, രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ ആണോ? 2. അടുത്തത് മൂന്നാമത്തതാണ് ഏറ്റവും ഈ പാഠത്തിൽ ഇമ്പോർട്ടൻറ്റ്. ഇയാൾക്ക് നല്ല പ്രാധാന്യമുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം തുക കാണാൻ, സമ്മ് കാണാനുള്ള, SN കാണാനുള്ള സമവാക്യമാണ്. ഇതും ഞാൻ പറയുന്നു പല വഴികളുണ്ട്. ഓക്കെ, പല വഴികൾ ഉണ്ട്. അപ്പൊ ഇതിൽ എനിക്ക് ഈസി എന്ന് തോന്നുന്ന ഒരു വഴിയാണ് n/2 ഇൻറ്റു x1 പ്ലസ് xn. n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതാണ് ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ തുക കാണാൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക കാണാൻ, എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n ഇൻറ്റു n+1/2 ഇങ്ങനെ ഒരു സമവാക്യമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്കൂളിൽ ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ n ഇൻറ്റു n+1 എന്ന് പറയുന്ന ഒരു സമവാക്യമുണ്ട്, ഇക്വേഷൻ ഉണ്ട്. ഇരട്ട സംഖ്യ ഈവൻ നമ്പറിന്റെ കാണാൻ n² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ സമ്മ് കാണാൻ ഡിഫറെന്റ് ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഇത് പഠിച്ചാൽ ഈ ഒരു ഇക്വേഷൻ മതി നമുക്ക്. ക്ലിയർ ആണോ? ഇതുണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പൊ പിന്നെ നമ്മൾ ഒരെണ്ണം പഠിക്കല്ലേ നല്ലത്? 4 എണ്ണം പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരെണ്ണം പഠിക്കല്ലേ? ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ പഠിച്ചാൽ പിന്നെ ബാക്കിയുള്ള 3 എണ്ണത്തിന്റെ ആവശ്യം ഇല്ല. ഇനി അഥവാ നിങ്ങൾ ആ 3 എണ്ണം പഠിച്ചു, ഇതാണ് ഒന്നാമത്തെ എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പർ. അടുത്തത് ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ. മൂന്നാമത്തത് ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ. ഇതിന്റെയൊക്കെ സമ്മ്, തുക കാണാനുള്ള സമവാക്യമാണ് ഈ 3 എണ്ണം. നിങ്ങളിത് 3 എണ്ണം പഠിച്ചാലും ഇത് വേണം, നിർബന്ധം. അതില്ലാതെ എന്തായാലും പറ്റില്ല. അപ്പൊ അതില്ലാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 3 എണ്ണം പഠിച്ചാൽ നിങ്ങൾ 4ാമത്തെ പഠിക്കണം, 4 എണ്ണം ടോട്ടൽ പഠിക്കണം. അതിനേക്കാൾ നല്ലത് ഈ ഒരൊറ്റ ഒന്ന് പഠിക്കാണല്ലോ. ഈ ഒരെണ്ണം പഠിച്ചാൽ ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നം ഇല്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന 3 കാര്യങ്ങൾ ഈ 3 ബോക്സിൽ ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതിയെടുക്കാം. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പ്രത്യേകമായിട്ട് അത് മെൻഷൻ ചെയ്യുന്നത് ആയിരിക്കും. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇതിന്റെ ചോദ്യമാതൃകയൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാൻ ചോദ്യങ്ങൾ പറയുന്നത്. അതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വരിക. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് പഠിച്ചാൽ മതിയോ, കൂടുതൽ പഠിക്കേണ്ടതിനുള്ള ടെൻഷൻ ഒന്നും ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മാതൃക നമ്മുടെ പേജ് നമ്പർ 63 ഒന്നാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പർ 63 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ചോദ്യം എങ്ങനെ വരിക, എങ്ങനെ ചെയ്യാന്ന് നോക്കാം അല്ലേ? അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? ഫൈൻഡ് ദി ആൾജിബ്രിക് ഫോം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ.
ചുവടെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം കാണുക. ഒന്നാമത്തെ ചോദ്യം 63-ല് ഒന്നാമത്തെ ചോദ്യം. അതിൽ കുറെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായാൽ ഈ ഒരെണ്ണം മതി. ഈ ഒരെണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അതില് മൂന്നാമത്തത് ചെയ്യുന്നു. അതിലെ മൂന്നാമത്തത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തത് ഞാൻ ചെയ്യുന്നു. ആ സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ഇങ്ങനെയാണ്. ഏത് വേണേലും എടുക്കാട്ടോ, എല്ലാം ഒരുപോലെയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. ആകെ നമുക്ക് തന്നിട്ടുള്ളൊരു വിവരം ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. പക്ഷേ ഈ സീക്വൻസ് നോക്കിയാൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. ഈ ഒരു സമാന്തര ശ്രേണി നോക്കിയാൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. അതാണ് എടുക്കട്ടെ, നമ്മൾ ഉത്തരം എഴുതി തുടങ്ങും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൾജിബ്ര ഓഫ് ദി സീക്വൻസ്. ഓഫ് സീക്വൻസ് അല്ലെ, ഓഫ് ദി സീക്വൻസ് ആണ് ഇത് മതി. ഓക്കെ, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ഇതിനെ നമ്മൾ ഏത് അക്ഷരം വെച്ചിട്ടാ സൂചിപ്പിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്താ സൂചിപ്പിക്കുക? എക്സ് എൻ. അപ്പൊ നമുക്കത് മനസ്സിലായി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് കാണാനുള്ള സമവാക്യം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് dn plus f minus d. വളരെ നിസ്സാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമവാക്യമാണ് ഇത്. അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ ഈ അക്ഷരങ്ങൾ എന്തൊക്കെയാണ്, അഥവാ ഇവിടുത്തെ d എത്രയാണ്, n എത്രയാണ്, f എത്രയാണ്. ഇതറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ സമവാക്യം ഉപയോഗിച്ച് ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്ര എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ സംഭവം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് നോക്കാം. എന്താണ് ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണല്ലോ, പൊതുവ്യത്യാസമാണല്ലോ. നമുക്ക് കൂടുതലൊന്നും സമയം കളയണ്ട. ഇവര് തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ പദവും രണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലെ. ഇവിടത്തെ സംബന്ധിച്ച് x2 മൈനസ് x1 ആണ്. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, സിമ്പിൾ. 21-ന് 32-ക്ക് എത്ര വ്യത്യാസമുണ്ട്? 11. ഈസി, നമുക്ക് അതിൽ കൂടുതലൊന്നും നോക്കണ്ട. ഇവിടത്തെ എഫ് എന്താ? എഫ് എന്ന് പറഞ്ഞാൽ x1 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ സംശയം വേണ്ട, ഫസ്റ്റ് ടൈം x1 ആണ്. എത്രയാണ് ഇവിടുത്തെ ഫസ്റ്റ് ടൈം? അവിടെ ഉണ്ട്. എത്രയാണ്? 21. അപ്പൊ എന്റെ ചോദ്യം, ഇവിടത്തെ n എന്താണ്? നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടത്തെ n എന്ന് പറയുന്നത് n തന്നെയാണ്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവും സാറേ എന്നാണ് എങ്കിൽ, നിങ്ങളുടെ ഡൗട്ട് അതാണെങ്കിൽ മനസ്സിലാക്കുക, ഇത്ര നോക്കിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ബീജഗണിതം അല്ലെങ്കിൽ ആൾജിബ്ര എന്നുണ്ടോ നോക്കുക. ബീജഗണിതം അഥവാ ആൾജിബ്ര എന്നുണ്ടോ നോക്കുക. ഉണ്ട് എങ്കിൽ, ആൾജിബ്ര കാണാനാണ് ചോദ്യമെങ്കിൽ, ഫൈൻഡ് ആൾജിബ്ര ഓഫ് ദി സീക്വൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യമെങ്കിൽ, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുക എന്നാണ് ചോദ്യമെങ്കിൽ ഉറപ്പിച്ചോ, എന്നിന് പകരം ഒന്നും എടുക്കണ്ട, എന്നിന് പകരം ഒന്നും എടുക്കണ്ട, എന്നെ അതുപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് നോക്കല്ലേ എങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ അവിടെ എഴുതുന്നു, ഡി എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 11. ഓക്കെ, എന്നിന് പകരം നമ്മൾ എന്തെങ്കിലും എഴുതേണ്ടതുണ്ടോ? ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, എന്ന് തന്നെ. ക്ലിയർ? പ്ലസ് തന്നെ, മാറ്റുന്നില്ല. ഇവിടുത്തെ എഫ് എത്രയാണ്? എഫ് നമ്മൾ എഴുതുന്നു 21 മൈനസ് ഡി എത്രയാണ്? 11. അപ്പൊ നമുക്കൊന്ന് എഴുതാലോ. ഈ 11 എന്നിന് എന്തെങ്കിലും മാറ്റണ്ടോ? ഒന്നും മാറാല്ല. എന്ത് മാറാനാ? 11n പ്ലസ് 21 മൈനസ് 11 എത്രയാണ്? 10. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 21n. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 11ഉം 10ഉം കൂട്ടിയാൽ 21n അല്ലേ? ഉത്തരം കിട്ടി. ആണോ? അല്ല, എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്താ മിസ്റ്റേക്ക്? ഇത് കൂട്ടാൻ പറ്റുമോ? ഇല്ല, ഇത് കൂട്ടാൻ പറ്റില്ല. കുറെ പേര് ഞാൻ കൂട്ടി കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. എന്താ പ്രശ്നം? ഇവിടെ 11n ആണ് അല്ലെ. 11 മാത്രമല്ല, ആര് കൂടി ഉണ്ട്? n കൂടി ഉണ്ട്. ഇവിടെ n ഉണ്ടോ? ഇല്ല, ഇവിടെ n ഇല്ല. ഒരിടത്ത് n ഉണ്ടെങ്കിൽ മറ്റിടത്തും n വേണം. ഇപ്പൊ ഇത് 10n ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കിട്ടിയ ആൻസർ ഉത്തരം ശരിയാണ്. ക്ലിയർ? പക്ഷെ ഇവിടെ n ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. പിന്നെന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ, അത്ര തന്നെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബീജഗണിത രൂപം, ഇതാണ് നമ്മുടെ ആൾജിബ്ര. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ഇതാണ് ഈ പാഠത്തിൽ നിന്ന് വരുന്ന ഒരു പ്രധാന ചോദ്യം. ഓക്കെ, ഒരു സമാന്തര ശ്രേണിയിലെ അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ട് എന്ത് ചെയ്യാൻ? ആൾജിബ്ര അഥവാ ബീജഗണിതം കാണുക. ഇതേ ഉള്ളൂ. സിമ്പിൾ അല്ലേ?
വെരി സിമ്പിൾ. ഞാൻ ഇതിനെ പറഞ്ഞിട്ട് വലിയൊരു സംഭവമാക്കണമൊന്നുമില്ല, നിസ്സാര കാര്യമാണ്. ഓക്കെ, ഇനി സെയിം നമ്മുടെ ആ പേജിൽ തന്നെ തൊട്ടടുത്ത ചോദ്യം നോക്കുക. 63-ാമത്തെ പേജിലെ 2ാമത്തെ ചോദ്യമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. എന്താ വ്യത്യാസം? ദ ടേംസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ഇൻ 2 സ്പെസിഫൈഡ് പൊസിഷൻസ് ആർ ഗിവൺ ബിലോ. ചില സമാന്തര ശ്രേണികളിലെ ചില സ്ഥാനങ്ങളിലുള്ള പദങ്ങൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മാറ്റമൊന്നുമില്ല. ഫൈൻഡ് ദി ആൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം കണ്ടെത്തുക. അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല. അതന്നെയാണ് സംഭവം. അപ്പൊ പിന്നെ എന്തിലാ മാറ്റം? നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ? അപ്പൊ മനസ്സിലാക്കുക, എന്ത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അല്ലേ സാർ ചെയ്യുന്നത്. ഇത് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുമോ എന്നല്ല, ഇത് വരും. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, ഒരു ഡൗട്ടും വേണ്ട. അപ്പൊ നമുക്ക് ഈ ചോദ്യം എങ്ങനെ നോക്കാം. ഞാൻ ആ 2ാമത്തെ ചോദ്യത്തിലെ ഏതായിട്ടുണ്ട് 2ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം അല്ലെ? 2ാമത്തെ ചോദ്യത്തിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. ഏത് തരം ഒരേപോലെ കേട്ടോ. ഇവിടെ എന്താ ചെയ്തിരുന്നത്? ഇവിടെ നമുക്ക് 5th ടേം തന്നു, 5ാം പദം. 5ാം പദം. അപ്പൊ നമ്മൾ 5th ടേം എഴുതേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് 5ാം പദം എന്ന് ചുരുക്കിയിട്ട് എന്താ എഴുതാം? x5 എഴുതാലോ അല്ലെ? അപ്പൊ ആ 2ാമത്തെ ക്വസ്റ്റ്യനിലെ 2ാമത്തെ ചോദ്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താ തന്നെ 1ാം പദം ഫസ്റ്റ് ടേം തന്നു, അതിനെ നമുക്ക് ചുരുക്കി എന്ത് എഴുതാം? x1 എത്രയാണ്? 5. x1 എത്രയാണ്? 5. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് 7th ടേം എത്രയാണ്? 23. ഇത്രയും വിവരങ്ങൾ തന്നിട്ട്, ഈ 2 വിവരങ്ങൾ തന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു? ആൾജിബ്ര അഥവാ ബീജഗണിതം കാണുക. നേരത്തെ ഒരു സീക്വൻസ് സമാന്തര ശ്രേണി മുഴുവനായിട്ട് തന്നു അല്ലെ? ആദ്യത്തെ 3 പദങ്ങൾ മുഴുവനായിട്ട് തന്നു, അല്ലെങ്കിൽ 4 പദങ്ങൾ മുഴുവനായിട്ട് തന്നു. ഇവിടെ അതല്ല. ഇവിടെ എന്താ തന്നെ? 1ാം പദവും തന്നു, 7ാം പദവും തന്നു. അത് നമ്മളെ പ്രശ്നമേ അല്ല കേട്ടോ, അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. നമ്മളോട് ബീജഗണിത രൂപം അഥവാ ആൾജിബ്ര കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കല്ലേ? എങ്ങനെ ചെയ്യാം? നമുക്ക് ചെയ്ത് തുടക്കത്തിൽ ഒരു മാറ്റമല്ല, നമ്മളൊന്ന് ആലോചിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൾജിബ്ര ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. ഓക്കെ, സമാന്തര ശ്രേണിയുടെ ബീജഗണിതം അഥവാ xn. എന്താ ഇക്വേഷൻ? എന്താ സമവാക്യം? dn പ്ലസ് f മൈനസ് d. നമുക്ക് നോക്കല്ലേ? നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് വരയ്ക്കാം അല്ലെ? നേരത്തെ സ്ഥലം കിട്ടാത്തോണ്ട് താഴത്തേക്ക് വരച്ചു, അത്രയേ ഉള്ളൂ. ഇവിടത്തെ d കണ്ടുപിടിക്കണം, n കണ്ടുപിടിക്കണം, f കണ്ടുപിടിക്കണം. ഒന്നാലോചിച്ചേ, കിട്ടില്ലേ? എന്തൊക്കെ കിട്ടും ഒന്നാലോചിച്ചാൽ നമുക്ക് ഇവിടുത്തെ d നേരിട്ട് കിട്ടുമോ? നേരത്തെ പോലെ കിട്ടുമോ? കിട്ടില്ല. എന്താ പ്രശ്നം? അടുത്തടുത്തുള്ള 2 ടേംസ് നമുക്ക് തന്നിട്ടില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എങ്കിൽ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് ഇത് കാണുക. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താണ്? അടുത്തടുത്തുള്ള 2 പദങ്ങളല്ല നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? വിട്ടിട്ടുള്ളതാണെങ്കിൽ d കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? d എന്ന് വെച്ചാൽ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? വിട്ടിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇംഗ്ലീഷില് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? ഇതിൽ നമ്മുടെ ടെക്നിക്ക് ഉണ്ടല്ലോ, ഞാൻ പറയുന്ന ടെക്നിക്ക് ഉണ്ടല്ലോ. എങ്ങനെ ഇത് കാണുക? എന്താ ടേം, എന്താ പൊസിഷൻ, നമുക്ക് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. പദം എന്താ, സ്ഥാനം എന്താന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. പക്ഷെ എന്റെ ടെക്നിക്ക് ഉണ്ട്. എന്തായിരുന്നു? നിങ്ങൾക്കറിയാം. എന്താ? അടിയിൽ നിന്ന് മേലേക്ക് കുറയ്ക്കുക. തന്ന ഓർഡറിൽ എഴുതാൻ, എന്നിട്ട് അടിയിൽ നിന്ന് മേലേക്ക് കുറയ്ക്കുക അല്ലെ? നമ്മൾ കഴിഞ്ഞ വാർത്തയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ടെക്നിക്ക് തന്നെ. ഇവിടെ അടിയിൽ ആരാ? 23. അപ്പൊ 23 മൈനസ് മുകളിൽ ആരാ? 5. 23 മൈനസ് 5 ബൈ ഇവിടെ അടിയിൽ ആരാ? 7 മൈനസ് മുകളിൽ ആരാ? 1. 7 മൈനസ് 1 അല്ലേ? നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെ കിട്ടും. 23 നിന്ന് 5 കുറച്ചാൽ 18. 7 നിന്ന് 1 കുറച്ചാൽ 6. 18 ഹരിക്കണം 6. 18 divided by 6 is equal to 3. സിമ്പിൾ, വളരെ സിമ്പിൾ അല്ലേ? ഞാൻ അത് കൂടുതൽ ഒച്ച വെച്ച് തൊള്ളട്ടാർത്ത് അല്ലേ? ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല. വളരെ സിമ്പിൾ, നമ്മൾ കൂളായിട്ട് എടുത്താൽ പോലെ. എന്തിനാ അത് വെറുതെ? കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ട് ഭയങ്കര ആർത്ത് വിളിച്ച് ഭയങ്കര സംഭവമായിട്ട് ഒന്നുമില്ല. നിസ്സാരം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒപ്പം പിടിച്ചാൽ, നിങ്ങളുടെ ഒപ്പം പിടിച്ചാൽ
സുഖമായിട്ട് മാത്സിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് വാങ്ങാം. അല്ലാത്തൊരു വലിയ സംഭവമേ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി കിട്ടിയല്ലോ. ഇവിടുത്തെ എന്താ എന്താ എന്നെ നമ്മൾ ആ ചോദ്യത്തിലൊരു വാക്കുണ്ട്, എന്താ, ആൾജിബ്ര. നിങ്ങൾ ടെസ്റ്റിൽ നോക്കിയത് ബീജഗണിതം. ഞാൻ പറഞ്ഞു ബീജഗണിതം എന്ന് കണ്ടാൽ എന്നിന് പകരം വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. എന്ന് തന്നെയാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഒരു മാറ്റവും വരുത്തേണ്ട. ഓക്കെ, ഇനി ഇവിടുത്തെ എഫ് എന്താ? എഫ് തന്നിട്ടുണ്ട് x1 ആണ്. x1 എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? x1 ആണ്. എന്താ അത്? ആദ്യ പദം. ഇവിടുത്തെ ആദ്യ പദം എത്രയാണ്? ഇതാ കിടക്കുന്നു. എത്രയാണ് ആദ്യ പദം? 5. ആദ്യ പദം 5 ആണല്ലോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചെയ്യാലോ. നിസ്സാര പരിപാടിയല്ലേ. ഡി എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 3. എന്നിന് മാറ്റമൊന്നുമില്ല, എന്ന് തന്നെ. പ്ലസിന് മാറ്റണ്ടോ? ഒരു മാറ്റമില്ല. എഫ് എത്ര? 5. എഫ് എത്രയാണ്? 5 മൈനസ് ഡി. വീണ്ടും ഡി എത്രയാണ്? 3. അപ്പോൾ എന്ത് കിട്ടും? 3n. 5 3 കുറച്ചാൽ +2. 3n +2 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കൂട്ടാൻ പറ്റുമോ? 5n ആവോ? ഇത് 5n ആവോ? ഇല്ല കേട്ടോ, ഇത് 5n ഒന്നും ആവില്ലല്ലോ. കഴിഞ്ഞു. ഈ പാഠത്തിന്റെ പകുതി കഴിഞ്ഞു. ഇത്ര പഠിച്ചാൽ ഈ രണ്ട് തരം ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ ഈ പാഠത്തിന്റെ പകുതി കഴിഞ്ഞു. അടുത്തൊരു പകുതി കൂടിയുണ്ട്. ആ പകുതി കുറച്ച് കൂടി അധികം പ്രാധാന്യമുള്ളതാണ്. അതാണ് സമ്മ് കാണാനുള്ള അഥവാ തുക കാണാനുള്ള ഭാഗം. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ പാഠത്തിന്റെ അവസാന 2 പേജുകളിലായിട്ട് ഏകദേശം 9 ചോദ്യങ്ങളോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത്ര ചോദ്യങ്ങൾ നോക്കട്ടെ. പേജ് നമ്പർ 71-ലും 72-ലുമായി 8 ചോദ്യങ്ങളുണ്ട്. ഈ 8 ചോദ്യങ്ങളിൽ ഒരുവിധം എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ചോദ്യങ്ങളൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതിൽ തന്നെ രാജാക്കന്മാരും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ എങ്ങനെ സാധാരണ അതിൽ രാജാക്കന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് റിപ്പീറ്റഡ് ആയ ആൾക്കാരുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ. എന്നാലും അതിൽ ചിലത് എന്താണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ, അങ്ങനത്തെ മാതൃകകൾ ഞാൻ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് തുക കാണാനുള്ള സമ്മ് കാണാനുള്ള 71-ാമത്തെ പേജിലെ 1-ാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ തുക കാണുക. സിമ്പിൾ. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ. നോക്കാം. അപ്പൊ 71-ാമത്തെ പേജിലെ 1-ാമത്തെ ചോദ്യം. അതിലെ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ 2 ചെയ്യുന്നു. 2 കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അല്ലെ? ഒരേപോലെ കേട്ടോ. അതിലൊരു 4 ചോദ്യങ്ങളുണ്ട്. 1-ാമത്തേൽ 4 ഒരുപോലെയാണ് ചെയ്യേണ്ടത്. ഞാൻ അതിലെ 2 ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, 2-ാമത്തതാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? ചോദ്യം ഇതാണ്, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 1.5 + 2.5 + എക്സെട്രാ +12.5 ഇതിന്റെ സമ്മ്, ഇതിന്റെ തുക. ഓക്കെ അല്ലേ? നമുക്ക് തുകയാണ് കാണേണ്ടതെന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടല്ലോ. സമ്മല്ലേ കാണേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഇക്വേഷൻ, സമവാക്യം ഒന്ന് എഴുതി വെച്ച് നോക്കാം. എന്താ? തുക അല്ലെങ്കിൽ സം. ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പകരം എന്താ എഴുതാം? SN കാണാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? n/2 x1 + xn. n/2 x1 + xn നമ്മളിത് പഠിച്ചിട്ടുള്ളതല്ലേ? ക്ലിയർ? ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാം. അതിന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ബീജഗണിതം, ആൾജിബ്ര കണ്ടുപിടിച്ച പോലെ ആലോചിക്കുക. നമുക്ക് അക്ഷരങ്ങൾ തന്നിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം? n വേണം അല്ലേ? n വേണ്ടേ? ഇവിടെ നമ്മളോട് ബീജഗണിതോ ആൾജിബ്ര ഒക്കെ കണ്ടുപിടിക്കാനാണോ പറഞ്ഞത്? അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ എന്ത് വേണം? എന്നിനൊരു വില വേണം. എന്താണ് n എന്ന് ആലോചിക്കുക. എന്താണ് n? n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ്. എന്താണ്? പദങ്ങളുടെ എണ്ണം. ചുരുക്കി പറഞ്ഞാൽ
1.5 മുതൽ 12.5 വരെ ഇവിടെ എത്ര പദങ്ങൾ ഉണ്ട് അല്ലെ? ഇത്രയൊരു സംഗതി. ഇത് കുറച്ചുകൂടി ഈസിയാണ്, നമുക്ക് നേരിട്ട് നോക്കിയിട്ട് എഴുതാം. എന്നാലും നമുക്ക് ആ സമവാക്യം മനസ്സിലാവണ്ടേ? പദങ്ങളുടെ എണ്ണം കാണാൻ ഞാനൊരു സമവാക്യം പറഞ്ഞിട്ടില്ലേ? അത് നമുക്ക് മനസ്സിലാവണ്ടേ? അത് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഈ ചോദ്യത്തിൽ ഞാനത് ഉപയോഗിക്കുന്നു. ഈ ചോദ്യത്തിൽ ശരിക്കും അതിന്റെ ആവശ്യമില്ല. സിമ്പിൾ കോമൺ സെൻസ് ആലോചിച്ച് നമുക്കറിയാം ഇവിടെ എത്ര പദങ്ങളുണ്ട്, 1.5 മുതൽ 12 വരെ എത്ര ഉണ്ട് നമുക്കറിയാം. എനിവേ നമുക്ക് ആ ഒരു സമവാക്യം ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ അതൊന്ന് ചെയ്യുന്നു. ഓക്കെ, എന്തായിരുന്നു സമവാക്യം? xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. ആ പ്ലസ് 1 ശ്രദ്ധിക്കണം. ആ പ്ലസ് 1 ഏറ്റവും അവസാനമാണ് ഉപയോഗിക്കേണ്ടത്. ഏറ്റവും അവസാനമാണ് പ്ലസ് 1 ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് ഏറ്റവും അവസാനം തന്നെ ഉപയോഗിക്കാം. ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് കൂട്ടാൻ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കല്ലേ? ഇവിടുത്തെ എക്സൻ എന്താ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? ലാസ്റ്റ് ടൈം, അവസാന പദം, എന്നാം പദം അല്ലെ, nth ടൈം എന്നൊക്കെ പറയും. അവസാനം. ഇതിന്റെ അവസാനം ആരാ? നമുക്കറിയാം അവസാനം ആരാ? 12.5 മൈനസ് x1. ക്ലിയർ? ഫസ്റ്റ് ടൈം അല്ലെ, ഒന്നാം പദം എത്രയാണ്? ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് 1.5. കൂടുതൽ സമയം നമുക്ക് കളയേണ്ട, ഡിവൈഡഡ് ബൈ ഹരിക്കണം അല്ലെ. ഡി ഇവിടുത്തെ ഡി എത്ര? 1.5 നിന്ന് 2.5ലേക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 1.5 മണി കഴിഞ്ഞ് 2.5 മണിയാവാൻ എത്ര മണിക്കൂർ പോകണം? 1 മണിക്കൂർ പോകണം അല്ലെ. അപ്പൊ ഇവിടുത്തെ ഡി എത്രയാണ്? 1 പ്ലസ് 1 പ്ലസ് 1 അല്ലെ. ഓക്കെ, 12.5 നിന്ന് 1.5 കുറച്ചാൽ എന്ത് കിട്ടും? 12.5 നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 11.5. 11.5 നിന്ന് പിന്നെയും ഒരു അര കുറക്കണ്ടേ? അപ്പൊ എത്ര കിട്ടും? 11. 11 ഹരിക്കണം 1 പ്ലസ് 1 അല്ലെ. 11നെ 1 കൊണ്ട് ഹരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. പകരം 11 തന്നെ. 11 ഹരിക്കണം 1, 11 തന്നെ പ്ലസ് 1 എത്ര കിട്ടി? 12. എന്ത് കിട്ടി? 12. ഈസി അല്ലേ? നമുക്ക് നോക്കിയാലോ, 1, 2 ഇങ്ങനെ പോയ 12 എണ്ണം ആവുമ്പോ 12 ഉണ്ട്. എനിക്കറിയാം ഈസിയാണ്, ഇതിന്റെ ആവശ്യമില്ലല്ലോ സാർ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഉണ്ട്, ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സമവാക്യം ഉപയോഗിക്കാൻ ഞാനൊന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം. ഇനി നമുക്ക് വേഗം കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ n കിട്ടിയാൽ അടുത്തതായ n കിട്ടി. ഇനി അല്ല x1 ഇവിടെ ഏതാ? ഇതാ അവിടെ കിടക്കുന്നുണ്ട് 1.5. പിന്നെ ഇവിടെ എന്താ വേണ്ടത്? xn ഇതാ കിടക്കുന്നു. എത്രയാണ്? 12.5. അപ്പൊ xn 12.5. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതാണ് ഉപയോഗിച്ചാൽ മതിയല്ലോ അല്ലെ. ഉപയോഗിക്കാം. n/2 എന്നിന് പകരം എന്ത് കൊടുക്കണം? 12. അപ്പൊ 12/2. x1 എന്ന് പറഞ്ഞാൽ 1.5 പ്ലസ് xn എത്രയാണ്? 12.5. താഴത്തൊരു വണ്ടി വന്നു, അതിന്റെ ശബ്ദം കേൾക്കേണ്ട വെച്ചിട്ടാണ്, ഡിസ്റ്റർബ് ആവേണ്ട വെച്ചിട്ടാണ് ഒന്ന് നിർത്തിയത്. ഓക്കെ, 12.5. ക്ലിയർ ആണല്ലോ? നമുക്ക് ചെയ്യാലോ. 12/2. 12 ഹരിക്കണം 2 എത്രയാണ്? 6. ഹരിക്കണം 2 ഡിവൈഡഡ് ബൈ 2. 2 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക. 12ന്റെ പകുതിയാക്കുക. പകുതി എത്രയാണ്? 6 ഇൻറ്റു ഇത് രണ്ടും കൂടി കൂട്ടണം. 12.5 കൂടെ അര കൂട്ടിയാൽ 13. 13 കൂടെ 1 കൂട്ടിയാൽ 14. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ ഞാൻ ഇവിടെ താഴത്ത് എഴുതാണ്. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ നമ്മുടെ തുക കിട്ടും. SN കിട്ടും. എത്രയാണ്? 1084. ഓക്കെ, എനിക്ക് ഗുണിക്കാതെ അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? 14 ഗുണിക്കണം 6 ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യാതെ തന്നെ കിട്ടുമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ചേ, ഒരു കാര്യം കൂടി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാണ്ട്. SN നല്ല എഴുതിയ SN എഴുതിയ തുകയാണ്. പക്ഷെ എന്താ അറിയോ? n പദങ്ങളുടെ തുക എന്നാണ്. എന്താണ്? n പദങ്ങളുടെ തുക. ചോദ്യം ചിലപ്പോൾ അങ്ങനെയും തരാറുണ്ട് കേട്ടോ. അത് നമുക്ക് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതിന് പറഞ്ഞേ ഉള്ളൂ. SN എന്ന് പറഞ്ഞാൽ n പദങ്ങളുടെ തുക എന്നാണ്. സം ഓഫ് n ടേംസ്. n പദങ്ങളുടെ തുക. ഇവിടെ ഈ എന്നിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്തേ? ഇവിടെ നമുക്ക് n എത്രയാണ് അറിയാം. n എത്രയാണ്? 12. അപ്പൊ നമുക്ക് ഇങ്ങനെയും എഴുതാം, അങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. എങ്ങനെ? S12 സമം 84. എന്താ ഇതിന്റെ അർത്ഥം? സം ഓഫ് 12 ടേംസ്. 12 പദങ്ങളുടെ തുക. വ്യക്തമാണോ? ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ പരിപാടിയുള്ളൂ. നിസ്സാരമായ പരിപാടികളാണ്.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന അടുത്ത ചോദ്യം 71ാമത്തെ തന്നെ പേജിലെ രണ്ടാമത്തെ ചോദ്യത്തിലെ നാലാമത്തത്, 2-ലെ 4. അതിങ്ങനെയാണ് കൊടുക്കുന്നത്: 19, 28, 37 എക്സെട്ര. ഇങ്ങനൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിന്റെ തുക കാണുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി, തുകയാണ്, സമ്മാണ് കാണേണ്ടതെങ്കിൽ അതിന്റെ ഇക്വേഷൻ എഴുതണം. അതിലൊരു മാറ്റമല്ല, ഇക്വേഷൻ എഴുതണം. അതിന് മാർക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ഇക്വേഷൻ എഴുതിയേ പറ്റൂ. Sn is equal to n/2 x1 plus xn. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ n എത്രയാണ്? ഇവിടുത്തെ n എത്രയാണ്? ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് ആ ചോദ്യം ഒന്നും കൂടി വായിക്കണം കേട്ടോ. എന്താണ് ഇവിടുത്തെ ചോദ്യം? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി സീക്വൻസ്. നിങ്ങൾ ടെസ്റ്റിൽ 71ാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ. ഓക്കെ, ഈ ചുവടെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികളിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. 25 പദങ്ങൾ, സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് എന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം n എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? 25 ആണ്. അത് കണ്ടുപിടിക്കാൻ പിന്നെ നമ്മൾ മെനക്കെടേണ്ട ആവശ്യമേ ഇല്ല. സിമ്പിൾ, നിസ്സാരം. അടുത്തത് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി എത്രയാണ്? 19. അങ്ങനെ 19. മൂന്നാമത്തത് xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം, nth ടൈം ആണല്ലേ? ഇവിടെ ഒന്ന് ആലോചിച്ചേ. ഇവിടെ nth ടൈം ആണെന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടൈം ആയിരിക്കും? nth ടൈം എന്ന് പറഞ്ഞാൽ എന്നാം പദം, അവസാനത്തെ പദം. x എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം അല്ലെ? ലാസ്റ്റ് ടൈം ആണ്. ഇവിടെ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നമ്മളോട് 25 വരെയുള്ള കാര്യമല്ലേ ചോദിച്ചിട്ടുള്ളൂ? നമ്മളോട് 25 വരെയുള്ളതേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ ലാസ്റ്റ് പറഞ്ഞാൽ ഏതാണ്? 25 ആണ്. നമ്മളോട് 25 ചോദിച്ച സ്ഥിതിക്ക് 25 ആണ്. പക്ഷെ അത് തന്നിട്ടുണ്ടോ? ഇല്ല, അത് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദിച്ചിങ്ങാണല്ലേ? ഇനിയിപ്പോ അത് കണ്ടുപിടിക്കണം. സ്വാഭാവികമായിട്ട് അത് തരാത്ത സ്ഥിതിക്ക് നമ്മൾ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. കണ്ടുപിടിച്ചാൽ പറ്റുമല്ലോ സാർ, എനിക്ക് ചെയ്യാൻ പറ്റില്ല, സുഖമില്ലാത്ത കാര്യമെല്ലാം ചെയ്തേ പറ്റൂ. ഓക്കെ, എങ്ങനെ? നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. 25ാമത്തെ പദം എങ്ങനെയാണ്? നമുക്ക് തന്ന പദങ്ങൾ വെച്ചിട്ട് വേണം. 25th ടൈം വേണമെങ്കിൽ ഗിവൺ ടേംസ് ഏതൊക്കെയാണോ അത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഒന്നുകൂടെ ആലോചിച്ചേ. നമുക്ക് ഫസ്റ്റ് ടൈം തന്നിട്ടില്ലേ? ഉണ്ടല്ലോ, ക്ലിയർ ആണല്ലോ. സെക്കൻഡ് ടൈം തന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. തേർഡ് ടൈം തന്നിട്ടുണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് വേണം. ഒന്നാമത്തെ വീഡിയോ കാണണം കേട്ടോ. പാർട്ട് 1 വീഡിയോ കണ്ടാലേ കുറച്ചുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് തന്നത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ തന്നതിൽ 1, 2, 3 ടൈംസ് ഉണ്ട്, പദങ്ങളുണ്ട്. അതിൽ എനിക്കിഷ്ടമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. ഞാൻ എന്തായാലും ഒന്നാം പദം ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ? നമ്മൾ നേരിടുന്ന സാഹചര്യം എന്താ? ഒന്നാം പദം നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? x1 നമ്മുടെ കയ്യിലുണ്ട്. 25ാം പദം നമ്മൾ കണ്ടുപിടിക്കണം. അതാണല്ലോ നമ്മുടെ സിറ്റുവേഷൻ അല്ലെ? ഒന്നാം പദമുണ്ട്, 25 കണ്ടുപിടിക്കണം. 1-ൽ നിന്ന് എങ്ങനെ 25ക്ക് എത്തുക എന്ന് ആലോചിച്ചാൽ, 1-ൽ നിന്ന് സാധാരണഗതിയിൽ നിങ്ങൾ എങ്ങനെ 25ക്ക് എത്തുക? സിമ്പിൾ അല്ലേ? 1-ൽ നിന്ന് 24 കൂട്ടണം. 1-ൽ നിന്ന് 24 കൂട്ടണം. ഒപ്പം ആരുണ്ടാവും? ഒപ്പം ഒരു ഡി കൂടി ഉണ്ടാവും. ഡി എന്താ? പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ്. നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവിടെ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. x1 എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഉണ്ട് 19. x1 എന്ന് പറഞ്ഞാൽ 19 പ്ലസ് 24 മാറ്റമൊന്നുമില്ല, ഗുണിക്കണം. ഇവിടുത്തെ ഡി എത്രയാണ്? ഡി പൊതു വ്യത്യാസം, എന്താ? കോമൺ ഡിഫറൻസ്. 19-ൽ നിന്ന് 28-ലേക്ക് എത്ര ദൂരം നോക്കിയാൽ 9 ദൂരം, 9. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 19 പ്ലസ് 216. 19 പ്ലസ് 216. 24 ഗുണിക്കണം 9, 216. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എഴുതുന്ന വേഗതയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിയണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 24 ഗുണിക്കണം 9 ചെയ്യണം. ഞാൻ കുറച്ചുകൂടി ഗുണിക്കാൻ ഈസി ആയിട്ട് കിട്ടുന്നത് ഞാൻ ഇങ്ങനെ എഴുതുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോലെ കൂട്ടാം. എത്ര കിട്ടും? 235 എന്ന് കിട്ടും. 19 പ്ലസ് 216 എന്ന് പറഞ്ഞാൽ 235 എന്ന ഉത്തരമായി നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാവരുമായില്ലേ? ഓക്കെ, ഇനി ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. n എന്ന് പറഞ്ഞാൽ 25, n എന്ന് പറഞ്ഞാൽ 25. അപ്പൊ 25/2. ഓക്കെ, x1 എന്ന് പറഞ്ഞാൽ 19 പ്ലസ് xn എന്ന് പറഞ്ഞാൽ 235 അല്ലെ?
ഇനി ഇത് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, ഈ ഹരിക്കണം രണ്ട് ഇവിടെ ഒറ്റ സംഖ്യ ലോഡ് നമ്പർ അല്ലേ 25. ഞാൻ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് പോകുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ മാത്സ് നന്നായിട്ട് അറിയാമെങ്കിൽ ഇത് രണ്ട് കൂട്ടിയതിന് ശേഷം വെട്ടാനൊക്കെ മെത്തേഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്യാം. ഞാൻ എന്തായാലും നേരിട്ട് പോകുന്നു. 25/2 25 ഹരിക്കണം 2 അല്ലെ, ഞാൻ പറഞ്ഞ പകുതി ആക്കലാണ്. 2 കൊണ്ട് ഹരിക്കുന്ന പകുതി ആക്കുക. 25ന്റെ പകുതി 12 അല്ല, ഗുണിക്കണം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 254. ഓക്കെ, ഇനി ഇതെങ്ങനെ ഗുണിക്കാം? പോയിന്റുള്ള സംഖ്യകൾ എങ്ങനെ ഗുണിക്കാം? 254 അടക്കട്ടെ, പ്രശ്നമൊന്നുമില്ല, ഗുണിക്കണം. പോയിന്റുള്ളത് എങ്ങനെ ഗുണിക്കാം? കുറച്ച് നേരത്തിന് പോയിന്റ് ഇല്ല എന്നങ്ങ് വിചാരിക്കുക. കുറച്ച് നേരത്തിന് പോയിന്റ് ഇല്ലെങ്കിൽ അതെന്തായി? 125 അല്ലെ. ഞാൻ സമയം കളയുന്നില്ല ഗുണിച്ചിട്ടൊന്നും. ഓക്കെ, ഇത് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താ നോക്കുക. അത് 254 ഗുണിക്കണം 125 എന്ന് പറയുമ്പോൾ 31,750 എന്ന് കിട്ടും. പക്ഷെ ഉത്തരം പൂർണ്ണമായോ? ഇല്ല, ഒരു പോയിന്റ് അവിടെ ബാക്കിയുണ്ടല്ലോ. നമ്മളില്ല, കുറച്ചു നേരത്തിന് ഇല്ല എന്ന് വിചാരിക്കുകയാണ്, വിചാരമാണ്, നമ്മളുടെ വിചാരമാണ്. യഥാർത്ഥത്തിൽ പോയിന്റ് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഗുണിക്കാനുള്ള സൗകര്യത്തിന് കുറച്ചു നേരത്തിന് ഇല്ല എന്ന് വിചാരിച്ചു, ഗുണനം കഴിഞ്ഞു അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓവർ. ദെൻ വാട്ട് വി ക്യാൻ ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പോയിന്റ് കൂടി ഒരു പ്രശ്നം ഉണ്ടല്ലോ. അതെങ്ങനെ? നമ്മൾ നോക്കുക. നമ്മൾ ഗുണിച്ചതിൽ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിൽ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് നോക്കുക. പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? ഇവിടെ അത് ആകെ ഒരെണ്ണേ ഉള്ളൂ. മുകളിലും താഴെ കൂടി രണ്ടെണ്ണത്തിന് കൂടി ആകെ ഒറ്റ നമ്പറേ ഉള്ളൂ പോയിന്റിന് ശേഷം അല്ലേ. ഒറ്റ നമ്പറേ ഉള്ളൂ എങ്കിൽ നമുക്ക് കിട്ടിയ ഉത്തരത്തിന്റെ വലതുവശം എടുക്കുക. ഇതല്ലേ വലതുവശം. വലതുവശത്ത് നിന്ന് ഒരു നമ്പറിന് ശേഷം പോയിന്റ് ഇടുക. വലതുവശത്ത് ഒരു നമ്പറിന് ശേഷം പോയിന്റ് ഇടുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? 31,75 3175. പോയിന്റ് 0 ഇടണോ? പോയിന്റ് ഇട്ടിട്ട് 0 ആണെങ്കിൽ പിന്നെ അതിന് വിലയൊന്നും ഇല്ല. 0 മാത്രമാണെങ്കിൽ പിന്നെ അതിന് വിലയൊന്നും ഇല്ല, അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് കിട്ടി SN സം ഈസ് ഈക്വൽ ടു തുക 3175 കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞു ഇത് എത്ര പദങ്ങളുടെ തുകയാണ്, എത്ര ടേംസിന്റെ സമ്മാണ്? 25. അപ്പൊ ഈ എന്നിന് പകരം നമുക്ക് എടുക്കാം 25 എന്ന് വേണമെങ്കിലും എടുക്കാം. രണ്ട് രീതിയിൽ എടുക്കാം. 25 പദങ്ങളുടെ തുക, സം ഓഫ് 25 ടേംസ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി, പ്രധാനമായിട്ടും ഇതിലെ ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെയും ബാക്കി ചോദ്യങ്ങളുണ്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 71ാമത്തെ പേജിലും 1ലും 2ലും ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഞാൻ തന്നെ ഒക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ SSLC 10 കൊല്ലം മുമ്പ് കഴിഞ്ഞതാ. ഞാൻ വീണ്ടും എല്ലാ ചോദ്യം ഞാൻ തന്നെ ചെയ്തിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരുന്നേ കൊണ്ട് മാത്രം കാര്യമുണ്ടോ? മാത്സ് കേൾക്കല് മാത്രമല്ല, ചെയ്ത് പഠിക്കല് കൂടിയാണ്. ഓക്കെ, നിങ്ങൾ ഈ ക്ലാസ് മാത്രം കേട്ട്, അതിപ്പോ എന്റെ നല്ല നിങ്ങളിപ്പോ സൈലത്തിന്റെ എക്സാമിനറിന്റെ നല്ല നല്ല ക്ലാസ്സുകൾ ഏത് കേട്ടാലും, ഓക്കെ, ആരുടെ ഏത് ക്ലാസ് കേട്ടാലും നിങ്ങൾ ആ ക്ലാസ് കേൾക്കല് മാത്രമല്ല, അത് കേട്ടേ കൊണ്ട് മാത്രം നിങ്ങൾക്ക് മാത്സിന് മാർക്കൊന്നും കിട്ടില്ല. കിട്ടണോട്ട് ഡൗട്ട്, അത്രയും ബ്രില്യൻ്റ് ആയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കിട്ടി വരും. ക്ലാസ് കേട്ട് കഴിഞ്ഞ് ഒരു ചോദ്യം ആരെങ്കിലും ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ ബാക്കി അതുപോലെയുള്ള വേറെ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം. എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ സാറിന് അയച്ചു കൊടുക്കാം, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം. ട്യൂഷൻ പോകുന്നുണ്ടെങ്കിൽ ട്യൂഷനിൽ സാറിന് അയച്ചു കൊടുക്കാം. ഇനിയില്ല എൻ്റെ നമ്പർ കയ്യിലുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് നമ്പർ കയ്യിലുള്ളവരാണെങ്കിൽ എനിക്ക് അയച്ചു തരാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ചോദ്യം ശരിയാണോ, നിങ്ങൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാം. നിങ്ങൾക്ക് ഇനി എൻ്റെ നമ്പർ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നമ്പർ. നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ എന്ന്. അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഞാൻ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നു, അല്ല ഇനി സൈലത്തിലെ സാറുമാര് അല്ലെങ്കിൽ എക്സാമിനുള്ള സാറുമാര് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നു. ഇനി ചിലർക്കൊക്കെ ഒരു ട്രെൻഡ് ഉണ്ട്, പരീക്ഷയുടെ തലയിൽ വരുന്ന ലൈവ് മാത്രം കാണാൻ. നല്ല കാര്യമാണ്, ലൈവ് ഒക്കെ കാണുന്നത് നല്ലതാണ്. പക്ഷെ അതെങ്ങനെ കാണണം? നിങ്ങൾ ആദ്യം ഒരു വട്ടം ഇതൊക്കെ ഒന്ന് പഠിച്ച് ശരിയായി ഇരുന്ന ശേഷം ഒരു നോട്ട് ബുക്കും ഒരു പെന്നും എടുത്തിരുന്ന് സാറുമാർ പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്ത് നോക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കാര്യത്തിൽപ്പെടും. അല്ലാതെ ഞാൻ ഒന്നും പഠിക്കാതെ അവസാനം ലൈവ് മാത്രം കണ്ടിട്ട് എന്ത് ചെയ്യുക? അതിനും ആ ലൈവ് കാണുമ്പോഴും വെറുതെ സിനിമ കാണുന്ന പോലെ ഇങ്ങനെ ഇന്ന് കാണും. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് മാർക്കുള്ളൂ. വ്യക്തമാണല്ലോ. ഞാൻ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞുള്ളൂ, നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിലെ ബാക്കി ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ 2 ചോദ്യങ്ങൾ കൂടി ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ അവസാനമായി ചെയ്യാൻ പോകുന്ന 2 ചോദ്യങ്ങൾ
ഇതേ പേജിലെ 71ാമത്തെ പേജിലെ 4ാമത്തെ ചോദ്യത്തിൽ നിന്നും ഒരെണ്ണം, 5ാമത്തെ ചോദ്യത്തിൽ നിന്നും ഒരെണ്ണം. ഓക്കെ, ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ചെയ്ത ക്ലാസ് വെച്ച് പഠിച്ച് ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അവ ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഈ വീഡിയോസ് കണ്ട ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. ഓക്കെ, ഇത് കണ്ട ഒരാൾക്ക്, ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക്, പഠിച്ച ഒരാൾക്ക് ബാക്കിയുള്ള ഈ പേജിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ കഴിയും. 100%. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് 4ാമത്തെ ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഞാൻ 4ാമത്തെ ചോദ്യത്തിലെ 4ാമത്തെ ചോദ്യത്തില് പേജ് നമ്പർ 71ലെ 4ാമത്തെ ചോദ്യത്തിലെ 3ാമത്തെ എന്താണ് അത് കൊടുത്തിട്ടുള്ളത്? എന്താ ചോദ്യം എന്ന് നമുക്ക് നോക്കാം. 2n-3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 2n-3 എന്താ ചോദ്യം? 2n-3 എന്താണെന്ന് അറിയേണ്ടത്, നല്ല ചെയ്യാൻ പറ്റൂ. നമുക്ക് ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ദ nth ടേം ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. ചില സമാന്തര ശ്രേണികളുടെ nth ടേം വന്നു അല്ലെ, n-ാം പദം തന്നിട്ടുണ്ട്. ചില സമാന്തര ശ്രേണികളുടെ n-ാം പദം ചുവടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ഈച്ച്. ഓരോന്നിന്റെയും ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. എന്താണ്? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് തിരിച്ചിട്ട 5ാമത്തെ ചോദ്യം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ തന്നിട്ടുള്ളത്. ഞാൻ 4 തന്നിട്ടുണ്ട്, അതിൽ 3ാമത്തെ ഞാൻ എടുത്തു. ഈ തന്നത് എന്താണ്? ഇത് 3ാമത്തേനെ. എന്താണ് ഈ തന്നിട്ടുള്ളത്? എന്താ ഈ 2n-3? കൃത്യമായി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, nth ടേം ഈസ് ഗിവൺ ബിലോ. n-ാം പദം ചുവടെ നൽകിയിരിക്കുന്നു. n-ാം പദം എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് തന്നത് xn ആണ്. അതെങ്ങനെ മനസ്സിലാക്കിയേ? n-ാം പദം nth ടേം എന്ന് പറഞ്ഞാൽ ഏതാക്ഷരം? xn ആണ് നമ്മൾ എടുക്കല് അല്ലേ? ആണല്ലോ. xn ആണ് ഈ തന്ന 2n-3. xn ആണ് ഈ തന്ന n-ാം പദം എന്ന് തന്നത് കൊണ്ട് തന്നെ നമുക്ക് തന്നത്, nth ടേം തന്നത് കൊണ്ട് നമുക്ക് തന്നത് xn ആണ്. 2n-3 ആണല്ലോ. ക്ലിയർ? കിട്ടിയത് ഇതാണ്, നമ്മുടെ കയ്യിലുള്ളത് ഇതാണ്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാത്സ് എന്ന് പറഞ്ഞപ്പോഴും തന്നതും കണ്ടുപിടിക്കേണ്ടതുണ്ട്. തന്നതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതിലേക്ക് അല്ലെ. ഗൂഗിൾ മാപ്പ് ഇല്ലേ, പ്രസന്റ് ലൊക്കേഷനും പോണ്ട ലൊക്കേഷൻ അല്ലെ. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നുള്ള ലൊക്കേഷൻ, യുവർ ലൊക്കേഷൻ കൊടുക്കണം, ഡെസ്റ്റിനേഷൻ കൊടുക്കണം, എവിടേക്ക് പോകണം എന്നുള്ള ഇത് കൊടുക്കണം. അതുപോലെ എന്ത് തന്നു, എന്ത് കണ്ടുപിടിക്കണം. അതാണല്ലോ അടുത്ത വിഷയം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തെ n പദങ്ങളുടെ തുക. സം ഓഫ് ഫസ്റ്റ് n ടേംസ്. തുക, n ടേംസ് കടക്കട്ടെ, തുകയാണല്ലോ വിഷയം. സമ്മ കാണണമെങ്കിൽ, തുക കാണണമെങ്കിൽ എസ് എന്നല്ലേ നമ്മൾ എഴുതുക. എന്താ സമവാക്യം? n/2 x1 + xn. അപ്പൊ തുകയാണ് n പദങ്ങളുടെ തുക. അതൊക്കെ അവിടെ കിടട്ടെ. ഫസ്റ്റ് n ടേംസ് ഒക്കെ അവിടെ പോട്ടെ, അതൊക്കെ പോട്ടെ. തുകയാണല്ലോ വേണ്ടേ, സമ്മാണല്ലോ. ഇതാ എഴുതി വെക്കുക, സമവാക്യം എഴുതി വെക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് ആലോചിക്കാം. ആദ്യത്തെ വിഷയം, നമുക്കിവിടെ അക്ഷരങ്ങൾ വേണമല്ലോ, ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വേണമല്ലോ. ഇവിടുത്തെ n വേണ്ടേ? ഇവിടുത്തെ n എത്രയാണ്? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് അതിൽ തന്നെ ഉണ്ട് കേട്ടോ. n എത്രയാണ്? നമ്മളോട് എത്ര പദങ്ങളുടെ തുക കാണാനാ പറഞ്ഞ്? n എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചോദ്യത്തിൽ ഓർമ്മ ഉണ്ടോ? 25 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ n-ന് 25 എന്നാണ് കൊടുത്തത്. ഇവിടെ n പദങ്ങളുടെ തുക എന്നാണ് ചോദ്യം. എന്താണ്? n പദങ്ങളുടെ തുക, അഥവാ ആദ്യത്തെ n പദങ്ങളുടെ തുക. ഫസ്റ്റ് n ടേംസ്, സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആണല്ലോ. അപ്പൊ ഇവിടുത്തെ n എന്താണ്? ഇവിടുത്തെ n തന്നെയാണ്. n തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. അത് മനസ്സിലായില്ലേ? അടുത്തത് ഇവിടുത്തെ x1 എന്താണ്? ഇവിടുത്തെ x1 എന്താ? ഇവിടുത്തെ x1 നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യും അല്ലെ? x1 തന്നിട്ടില്ല, ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യാം? അതിനുവേണ്ടി നിങ്ങളിവിടെ പുതുതായിട്ടൊരു കാര്യം പഠിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. xn തന്നിട്ടില്ലേ? xn എന്ന് പറഞ്ഞാൽ n-ാം പദം അല്ലെങ്കിൽ അവസാനത്തെ പദം. നമുക്ക് വേണ്ടത് ആദ്യത്തെ പദം അല്ലെ. അപ്പൊ നമ്മൾ ഈ x1 കണ്ടുപിടിക്കുന്നത് എവിടെന്നാ? xn-ൽ നിന്നാ. എങ്ങനെ? നമുക്കറിയാലോ, xn എന്ന് പറഞ്ഞാൽ 2n+3,
2n മൈനസ് 3 2n മൈനസ് 3 ആണല്ലോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ആലോചിച്ചേ, എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ x1 കണ്ടുപിടിക്കാൻ പോകുന്നത്. സിമ്പിൾ, വളരെ സിമ്പിൾ. നമ്മൾക്ക് ഇവിടെ എവിടെയൊക്കെ n കാണാനുണ്ട് നോക്കുക. എങ്ങനെയാണ്? ഇവിടെ എവിടെയെല്ലാം n എന്ന് കാണാനുണ്ട് എന്ന് നോക്കുക. ഇവിടെ ഒരു n കാണാനില്ലേ? ഉണ്ടല്ലോ. ആ n എന്ന് കാണുന്നിടത്ത് നമ്മൾ നോക്കുക. ഒന്നുകൂടി റിപ്പീറ്റ്. എന്താ വേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള ഈ സംഖ്യ എന്താണ്? സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ്. ആൾജിബ്രോ അല്ലെ, nth ടൈം അല്ലെ, ഇപ്പൊ എല്ലാവർക്കും അറിയപ്പെടുന്നുണ്ട്, എന്നാ പദം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഉണ്ടല്ലോ. അതാണ് ഇവിടെ തന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാ പോണേ? x1 കണ്ടുപിടിക്കാനാ പോണേ. അത് ഏതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇതിൽ നിന്നാണ് നമ്മൾ x1 കണ്ടുപിടിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? ശ്രദ്ധിച്ചോ. ഈ തന്നതിൽ എവിടെയൊക്കെ n കാണാനുണ്ട് അവിടെയൊക്കെ 1 കൊടുക്കുക. എങ്ങനെയാണ്? എവിടെയൊക്കെ n കാണാനുണ്ട് അവിടെയൊക്കെ 1 കൊടുക്കുക. ഒന്ന് കൊടുത്തു നോക്കിയാലോ. ഇവിടെ n ഇല്ലേ? അവിടെ നമുക്കൊരു 1 ഇട്ട് കൊടുക്കാം. ഈക്വൽ ടു 2 ഒരു മാറ്റം വേണ്ട. 2n എന്ന് വെച്ചാൽ 2 into n ആണ്. 2 ഗുണിക്കണം n ആണ് അല്ലെ? ആണല്ലോ. ഈ n ഉണ്ടല്ലോ, n കാണുന്നോടത്ത് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. എന്താ 1 കൊടുക്കാനുള്ള കാരണം? ഒന്നാമത്തെ പദമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് 1 കൊടുക്കുന്നു. അപ്പൊ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കേണ്ടി വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 കൊടുക്കണം. 10th ടൈം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 10 കൊടുക്കണം. സിമ്പിൾ, ഇത്രയുള്ള പരിപാടി. -3ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. 2 into 1 2 തന്നെ. -3 2 - 3 രണ്ടിൽ നിന്ന് 3 കുറച്ചാൽ ഈസി. -1 എന്താണ്? -1. അപ്പൊ n ആയി n തന്നെ. x1 ആയി ഇതവിടെ -1. xn എന്താ? ഇനി അതെന്താ ആലോചിച്ചു തല വെക്കണോ? വേണോ? ദാ കിടക്കുന്ന xn അല്ലെങ്കിൽ ദാ കിടക്കുന്ന xn. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനി കണ്ടുപിടിക്കാനൊന്നും വേണ്ട, ദാ അവിടെ കിടക്കണ്ടേ. നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. n/2. എന്നിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. n/2. ഓക്കെ. x1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് xn എന്ന് പറഞ്ഞാൽ എന്താണ്? 2n - 3. ഓക്കെ. n/2 ഇപ്പൊ തൽക്കാലം ഒരു മാറ്റമില്ല. n/2 അങ്ങനെ നിൽക്കട്ടെ. -1 ഇവിടെ -1 ഉണ്ട്, -3 ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ 2n മാറ്റുന്നുണ്ട്. 2n അതുപോലെ എഴുതാം. -1 -3 എത്ര? -1 - 3 -4 ആണ്. -1 - 3 -4. -1 ആണ് ഇവിടെ, -3 ആണ്. രണ്ട് മൈനസ് അല്ലേ? രണ്ട് മൈനസ് ആണെങ്കിൽ രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടുക. 3 1 കൂട്ടിയാൽ 4. എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ബ്രാക്കറ്റ് കളയണം. ബ്രാക്കറ്റ് കളയണമെങ്കിൽ ഈ പുറത്തുള്ള ആളെ ഗുണിക്കണം. ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താണ്? ഗുണിക്കണം എന്നാണ്. പുറത്തുള്ള ഈ n/2 ഇല്ലേ? n/2 ഗുണിക്കണം. ആരുമായിട്ട് ഗുണിക്കണം? ബ്രാക്കറ്റിന്റെ പുറത്തുള്ള n/2 കൊണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള 2 പേരെയും ഗുണിക്കണം. എങ്ങനെ വേണം? ബ്രാക്കറ്റിന്റെ പുറത്തുള്ള n/2 കൊണ്ട് ബ്രാക്കറ്റിന്റെ അകത്തുള്ള 2 പേരെയും നമ്മൾ ഗുണിക്കണം. ചെയ്തു നോക്കാലോ. ഇവിടെ 2n ആണ്. 2n ഗുണിക്കണം. ഇവിടെ ആരാ? n/2. 2n ഗുണിക്കണം n/2. മനസ്സിലായോ? ഇവിടെ മൈനസ് ഇല്ലേ? അത് അതുപോലെ ഇട്ട് കൊടുക്കും. ഇപ്പത്തെ ആരാ? 4. ആ 4നെയും ഗുണിക്കണം. എന്തുകൊണ്ടാണ് ഗുണിക്കണ്ടേ? അതും സെയിം n/2. 4 ഗുണിക്കണം n/2. അപ്പോൾ എന്ത് കിട്ടും നോക്കല്ലേ? 2n into n. 2n into n അല്ലേ? 2n into n എന്ന് വെച്ചാൽ എന്താ? n into n. n into n എന്ന് പറഞ്ഞാൽ 2 അടക്കട്ടെ. n into n എന്ന് പറഞ്ഞാൽ n സ്ക്വയർ. 2 into 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. 5 into 5 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ അല്ലേ? അപ്പൊ n into n എന്ന് പറഞ്ഞാൽ n സ്ക്വയർ. ഇവിടെ ഒരു /2 ഇല്ലേ? അതെങ്ങോട്ടും പോയിണോ? അതെങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ. അത് അവിടെ തന്നെ ഉണ്ട്. -4 into n. 4 into n നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഒന്നും ചെയ്യാനില്ല. വെറുതെ എഴുതിക്കുക. 4n. /2 എങ്ങോട്ടും പോയോ? എങ്ങോട്ടും പോയില്ല. /2 എങ്ങോട്ടും പോയില്ല. ഓക്കെ. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ? നോക്കിക്കേ. രണ്ടും മുകളിലും താഴെയില്ലേ? കളയാലോ. ബാക്കി ഇവിടെ ആരാളെ? n സ്ക്വയർ. ഇവിടെ ആരാ ബാക്കി? n സ്ക്വയർ. ഈ മൈനസ് അങ്ങനെ നിൽക്കട്ടെ. 4 ഹരിക്കണം 2. 4 ഹരിക്കണം 2 എത്രയാണ്? 2 തന്നെ. 4 2 കൊണ്ട് ഹരിച്ചാൽ 2 തന്നെ. 4/2 is 2. ബാക്കി ഇവിടെ ആരുണ്ട്? n ഉണ്ട്. n സ്ക്വയർ - 2n. ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ.
ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. 71ാമത്തെ പേജിലെ 5ാമത്തെ ചോദ്യം. ഞാൻ വീണ്ടും പറയുന്നു, 4ാമത്തെ ചോദ്യത്തിലെ 3 മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കണം, എന്നാലേ റിസൾട്ട് വരൂ. അപ്പൊ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, 5ാമത്തെ ചോദ്യം ഞാനൊന്ന് വായിക്കാം. ഓക്കെ, എന്താ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? ദ സം ഓഫ് ഫസ്റ്റ് n terms of some arithmetic sequences are given below. Find the nth term of each. ചില സമാന്തര ശ്രേണികളുടെ n പദങ്ങളുടെ തുക തന്നിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇവയുടെ nth ടേം, എന്നാ പദം കണ്ടുപിടിക്കുക. 71ലെ 5ാമത്തെ ചോദ്യം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ. ഇവിടെ എന്തൊക്കെ, ഇവിടെ 4 ചോദ്യം 5 ചോദ്യമൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്നേ ചെയ്യൂ. ഓക്കെ, ഞാൻ 4ാമത്തെ ചെയ്തിരുന്നു. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നത് 4ാമത്തതാണ്. ബുദ്ധിമുട്ട് എന്നല്ല, മൈനസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്ത് മാത്രമേ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ ചോദ്യങ്ങളും ഒരുപോലെയാണ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും ആദ്യം എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? എന്തായി തന്നിട്ടുള്ളത്? എന്താ സംഭവം? എന്തായി സംഭവം? ഇതെന്താ തന്നെ? ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക ചുവടെ നൽകിയിരിക്കുന്നു. ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്താണ് അല്ലെ? ഓഫ് സം സീക്വൻസസ് ആർ, അരിത്മെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. തുക സം ഗിവൺ ബിലോ, താഴെ നൽകിയിരിക്കുന്നു. തുക താഴെ നൽകിയിരിക്കുന്നു. അപ്പൊ ഈ തന്നിട്ടുള്ളത് എന്താണ്? ഈ തന്നിട്ടുള്ളത് Sn ആണ്. Sn എന്ന് പറഞ്ഞാൽ 2n² മൈനസ് n. 2n² മൈനസ് ഇതാണ് തന്നിട്ടുള്ളത് ആണല്ലോ. എന്ത് കണ്ടുപിടിക്കണം? അടുത്ത അതാണല്ലോ പ്രശ്നം. നമ്മളോട് കൃത്യമാണ്, ചോദ്യം വളരെ കൃത്യമാണ്. എന്താ? xn കണ്ടുപിടിക്കുക അല്ലെ? xn എന്താ പറഞ്ഞത്? ബീജഗണിത രൂപം കണ്ടെത്തുക അല്ലെ? എന്നാം പദം കണ്ടെത്തുക. ഫൈൻഡ് ദി nth ടേം, എന്നാം പദം കണ്ടെത്തുക. xn അല്ലേ? അപ്പൊ നമുക്കറിയാലോ xn എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? dn പ്ലസ് f മൈനസ് d അല്ലേ? നമ്മുടെ യൂഷ്വൽ പരിപാടി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ എന്തെങ്കിലും നമുക്കറിയോ? ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും? d അറിയോ നമുക്ക്? ഇല്ല. n അറിയോ? അതുമില്ല. f അറിയോ? അതുമില്ല. d വീണ്ടും അറിയേയില്ല. അപ്പൊ അതാണ് പ്രശ്നം. ഇതിലുള്ള ഒരു അക്ഷരം പോലും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു അക്ഷരം കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ കണ്ടുപിടിക്കാൻ d കണ്ടുപിടിക്കൽ ഈസിയാണോ? അല്ല. d കണ്ടുപിടിക്കണമെങ്കിൽ, അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ, കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ ആ സീക്വൻസിലെ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലുമൊക്കെ ടേംസ് നമ്മുടെ കിട്ടിയിട്ടുണ്ടാവും. ഏതെങ്കിലുമൊക്കെ പദം നമുക്കറിയണം. ബേസിക്കലി ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും 2 പദം നമുക്കറിയണം. ഇവിടെ ഇപ്പോൾ ഒരു പദം പോലും ഇല്ല, ഒരു ടേം പോലും ഇല്ല. ഏതെങ്കിലും 2 ടേം അറിഞ്ഞേ പറ്റൂ. ഇവിടെ എന്തെങ്കിലും ടേം തന്നിട്ടുണ്ടോ? ഒരു ടേമും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതാണല്ലോ അടുത്ത പ്രശ്നം. ഒരു ടേമും തരാതെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം ടേംസ്, പദങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് 1ാം പദവും 2ാം പദവും തന്നെ കണ്ടുപിടിക്കാം അല്ലെ? അതെങ്ങനെ ചെയ്യും? അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വി നീഡ് ടു ഫൈൻഡ്, ഞാൻ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ പറഞ്ഞു. വി നീഡ് ടു ഫൈൻഡ് എനി 2 ടേംസ്. അതിനൊക്കെ നല്ലത് വി നീഡ് ടു ഫൈൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം ഓഫ് ദി സീക്വൻസ്, ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 2 പദങ്ങൾ നമുക്കറിയണം. ആദ്യത്തെ 2 പദങ്ങൾ കണ്ടെത്തണം. എന്നാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഇതിങ്ങനെ പരീക്ഷയ്ക്ക് തോന്നുന്ന എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു തരും എങ്ങനെ കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞു, നമുക്ക് തന്നത് വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റൂ. തന്നതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലെ? തന്നതും കണ്ടുപിടിക്കേണ്ടതും. ആ തന്നതിൽ നിന്ന് വേണം നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഊറ്റിയെടുക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നത് എന്താ? Sn എന്ന് വെച്ചാൽ 2n² മൈനസ് 1. 2n² മൈനസ് 1 നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി. എന്ത് ചെയ്യാം? എവിടെയൊക്കെ n കാണുന്നു അവിടെയൊക്കെ 1 ഇട്ട് കൊടുക്കുക. 1ാം പദം കണ്ടുപിടിക്കാൻ വേണ്ടി എവിടെയൊക്കെ n കാണുന്നു അവിടെയൊക്കെ 1 ഇട്ട് കൊടുക്കുക. എങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇട്ട് കൊടുത്തു. 2
ഇൻറ്റു എൻ ആണ്. എന്നിന് പകരം 1. 2n² എന്ന് പറഞ്ഞാൽ 1² മൈനസ് എന്നിന് പകരം 1 ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 × 1². 1² 1 അല്ലേ? 2 × 1 2 അല്ലേ? 2 - 1 1. അപ്പൊ നമുക്ക് S1 = 1 എന്ന് കിട്ടി. എന്താ കിട്ടിയേ? S1 = 1. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്ന് മാറ്റിണ്ട്, നടുത്ത വരി എഴുതാനുള്ള സുഖത്തിനാണ്. നമുക്ക് ആവശ്യമുള്ളതല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. ഓക്കെ, S1 എന്താണ്? S1 നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ നമ്പർ ചോദ്യത്തില് S25 എന്ന് എഴുതിയപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? സം ഓഫ് 25 ടേംസ്. 25 പദങ്ങളുടെ തുക. അപ്പൊ S1 എന്താ? ഒരു പദത്തിന്റെ തുക. എന്താണ്? സം ഓഫ് 1 ടേം. ഒരു പദത്തിന്റെ തുക എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? അത് തന്നെയല്ലേ ആ പദം? ഇപ്പോ ആ ടേം അത് തന്നെയല്ലേ? അഥവാ ഞാനൊരു നമ്പർ എഴുതി, ഇതാണ് എന്റെ സീക്വൻസിലെ ഫസ്റ്റ് ടേം. ഞാനൊരു നമ്പർ എഴുതി 5. ഇതാണ് ആ സമാന്തര ശ്രേണിയിലെ ഫസ്റ്റ് ടേം എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ടേം മാത്രമേ ഞാൻ എഴുതിയുള്ളൂ എന്ന് വിചാരിക്കുക. ഇതിന്റെ തുക എത്ര? ഒരു പദം ഞാൻ എഴുതി, ഇതിന്റെ സം എത്ര? ഇതാണ് ഇതിന്റെ x1 കേട്ടോ. ഇതിന്റെ x1 ആണ്. ഇതിന്റെ സം എത്രയാണ്? അത് തന്നെയല്ലേ? 5 തന്നെയാണ് സമ്മ്. എത്ര പദങ്ങളുടെ സമ്മ തുകയാണ് എഴുതിയത്? ഒറ്റൊരു പദമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ S1 എന്ന് വിളിക്കാലോ. ചുരുക്കി പറഞ്ഞാൽ S1 എന്ന് പറഞ്ഞാൽ എന്താണ്? S1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് x1. സം ഓഫ് 1 ടേം, ഒരു പദത്തിന്റെ തുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരൊറ്റ പദമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടി x1 1 ആണ്. x1 എത്രയാണ്? 1 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ പദം കണ്ടു. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തത് കൂടി കിട്ടണം. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാ? എവിടെയൊക്കെ എന്ത് കാണുന്നു അവിടെ 2 കൊടുക്കുക. സിമ്പിൾ. എവിടെയൊക്കെ എന്ത് കാണുന്നു അവിടെയൊക്കെ 2 കൊടുക്കുക. ഇവിടെ എന്ത് കാണാണ്ടല്ലോ, ഞാൻ അവിടെ 2 കൊടുത്തു. സമം 2 അതുപോലെ എഴുതുക. 2 ഗുണിക്കണം n² അല്ലേ? n² പകരം 2². എന്ത് കാണുന്നവർക്കൊക്കെ 2 കൊടുക്കുക. മൈനസ് n അല്ലേ? അപ്പൊ അവിടെയും എന്ത് ചെയ്യുക? 2 കൊടുക്കുക. ഓക്കെ, 2 × 2² 2² എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കൊടുക്കട്ടെ. 2² 4 മൈനസ് 2. ഗുണനം കഴിഞ്ഞിട്ടേ കുറയ്ക്കാവൂ കേട്ടോ. ഗുണനോ സ്ക്വയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ കുറയ്ക്കാൻ പാടുള്ളൂ. സബ്സ്ട്രാക്ഷൻ ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ 2 × 4 8 മൈനസ് 2. 8 - 2 6. കിട്ടിയോ? അപ്പൊ എന്താ രണ്ടാം പദം? അപ്പൊ x2 = 6. നേരിട്ട് ഇവിടെ എഴുതി അതേപോലെ എഴുതും. തെറ്റിച്ചു. നേരിട്ട് എഴുതും, പക്ഷെ തെറ്റിച്ചു. എന്ത്? 6 ആണോ? അല്ല. ശ്രദ്ധിക്കണം. ഇവിടെ എഴുതിയതല്ല. അവിടെ S2 എന്ന് പറഞ്ഞാൽ എന്താണ്? S2 ആണ്. എന്താ S2? സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. 2 പദങ്ങളുടെ ഫസ്റ്റ് 2 ആദ്യത്തെ 2 പദങ്ങളുടെ അല്ലെങ്കിൽ 2 പദങ്ങളുടെ തുക എന്നാണ്. സം ഓഫ് 2 ടേംസ് എന്നാണ്. ഇവിടെ ഫസ്റ്റ് രണ്ടെണ്ണം പറയാം. സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്, ആദ്യത്തെ 2 പദങ്ങളുടെ തുക അല്ലെ? എന്ന് വെച്ചാൽ എന്താ? ആദ്യ പദവും രണ്ടാം പദവും തമ്മിൽ കൂട്ടുന്നതാണല്ലോ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കൂട്ടുന്നതിനല്ലേ നമ്മൾ തുക എന്ന് വിളിക്കുക, അല്ലെ? ഇതിനല്ലേ നമ്മൾ തുക എന്ന് വിളിക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് 6 ആയിട്ട് കിട്ടി. എന്താണ്? ആ S2 ആണ് 6. സമം x1 നമുക്കറിയാലോ. x1 എത്ര? എന്താ? ഇവിടെ 1 പ്ലസ് x2. അപ്പൊ മനസ്സിലാക്കണം, S1 അല്ല S2. ഒരു ചെറിയ വ്യത്യാസം. ഇവിടെ ആകെ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് അവർ രണ്ടാളെ ഈക്വൽ ആയി. ഇവിടെ രണ്ടാളുണ്ടാവുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കണം. ഓക്കെ, എന്നാ പറഞ്ഞേ എന്താ x2 എങ്ങനെ? ഈ +1 കിട്ടിയാലേ പോലെ +1 കിട്ടിയാൽ -1 സമം x2. അപ്പൊ എന്ത് കിട്ടും? 6 - 1 എന്ത് കിട്ടി? 5. 6 - 1 5. രണ്ടാം പദം 5. ഒന്നാം പദവും കിട്ടി, രണ്ടാം പദവും കിട്ടി. അപ്പൊ പൊതുവ്യത്യാസം കിട്ടില്ലേ? x2 - x1 ചെയ്തൂടെ? x2 എത്രയാണ്? 5 മൈനസ് x1 എത്രയാണ്? 1. 5 - 1 4. 5 - 1 4. d കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി. d ഇല്ലായിരുന്നു, ഇപ്പൊ d കിട്ടി. f ഇല്ലായിരുന്നു, f കിട്ടി, അല്ലെ? f കിട്ടി. x1 കിട്ടിയില്ലേ? f കിട്ടിയില്ലേ? x1 f ഒക്കെ ഒന്ന് തന്നെയാണല്ലോ. ഇതുവരെ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് ഞാനൊന്നും ഡൗട്ട് ഉണ്ടാവില്ല. ഓക്കെ, n എന്തായിരിക്കും? ഇവിടുത്തെ n എന്തായിരിക്കും?
എന്നാ പദം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. nth ടൈം കണ്ടുപിടിക്കാനാണല്ലോ ചോദ്യം. അതന്നെയല്ലേ ആൾജിബ്ര അല്ലേ? അല്ലേ? ആണല്ലോ. ആൾജിബ്ര അഥവാ ബീജഗണിതം കാണുന്നവർക്ക് എന്നിന് പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. എന്താണ്? എന്ന് തന്നെ. അപ്പൊ നമുക്കിനി xn ചെയ്യാം. xn is equal to dn plus f minus d. ചെയ്യാലോ? ഒന്ന് പറഞ്ഞേ എന്തൊക്കെയാണ് d എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടിയിട്ടുണ്ട് 4. എന്നിന് മാറ്റമൊന്നുമില്ല. പ്ലസ് എഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 1 മൈനസ് d എന്താണ്? 4 തന്നെ. സമം 4n. 4n തന്നെ മാറ്റമൊന്നുമില്ല. 1 മൈനസ് 4. 1-ൽ നിന്ന് 4 കുറച്ചാൽ മൈനസ് 3. ഇനി ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാനില്ല. ഇതാണ് nth ടേം. എന്നാം പദം കിട്ടിയോ? 4n മൈനസ് 3. ഇതേപോലെ ആ 5ാമത്തെ ചോദ്യത്തിൽ ബാക്കിയുള്ള 4 എണ്ണവും നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ. പിന്നെ ഇതൊക്കെ പഠിച്ച ശേഷം, ഞാൻ പറഞ്ഞു തന്ന ചോദ്യങ്ങൾ പഠിച്ച ശേഷം ഈ 2 പേജിൽ 71, 72 പേജുകളിലായിട്ടുള്ള ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. ഷുവർ. ഓക്കെ. 1, 2 പാർട്ട് വീഡിയോ കണ്ടവരാണെങ്കിൽ ആ പേജിലുള്ള എല്ലാ ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഈ ഇത്രയും ചോദ്യങ്ങളാണ്. എന്താ എത്ര ചോദ്യം ചെയ്തത് എനിക്ക് ഓർമ്മല്ല. ഇത്രയും ചോദ്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു 6 ചോദ്യങ്ങളാണെന്ന് തോന്നുന്നത്. കഴിഞ്ഞ പാർട്ടിൽ 5 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 പാർട്ടിൽ നിന്ന് നമ്മളൊരു 11 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അത്രയും റിപ്പീറ്റഡ് ആയി വരുന്ന തരം ചോദ്യങ്ങൾ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ പ്രാവശ്യം പറയാൻ പറ്റുന്നതൊക്കെ തന്നെ അല്ലേ? അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ 2ാമത്തെ പാർട്ട് വീഡിയോയുമായിട്ട് വരും. പക്ഷേ അതിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. കൂടുതൽ പേരിലേക്ക് എത്തണം. വീഡിയോസ് കാണണം. എന്നെ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. കുറെ പേർക്കൊക്കെ അറിയുണ്ടാവും. നമ്മൾ ഏകദേശം 5000 പേരൊക്കെ ക്ലാസ് എടുത്ത് 5000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയ ചാനല് ചില കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ സ്റ്റുഡൻസിലേക്ക് ഞാൻ അവരിലേക്കൊക്കെ എത്താൻ കഴിയുന്നുണ്ട് എന്നാണ് ഇപ്പം എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നമ്മൾ ഇതുപോലെ ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് 2, 4 പാഠത്തിലെ ഷുവർ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതാണ്. ഒപ്പം നമ്മൾ വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ഫിസിക്സിന്റെ സർക്കാർ ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സും ചെയ്തു പോരുന്നുണ്ട്. ഓക്കെ. ഈ 2 സബ്ജക്റ്റ് നമ്മൾ മാക്സിമം കവർ ചെയ്യും. താങ്ക് യു.